ചാണകത്തിൽ നിന്ന് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്ന് വികസിപ്പിക്കാനുള്ള മധ്യപ്രദേശ് സർക്കാരിന്റെ ധനസഹായത്തോടെയുള്ള ഗവേഷണ പദ്ധതി വിവാദത്തിൽ. ചാണകം, ഗോമൂത്രം, പാൽ, തൈര് തുടങ്ങിയ പശു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള ജബൽപൂരിലെ നാനാജി ദേശ്മുഖ് വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് അഴിമതിയിൽ കുളിച്ചുനിൽക്കുന്നത്. ഗവേഷണത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് നടന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതി വിവാദമായതോടെ മധ്യപ്രദേശ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ ഗവേഷണ പദ്ധതിക്കായി ഏകദേശം 3.5 കോടി രൂപയാണ് ഇതുവരെ ചിലവാക്കിയത്. ഇതിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒരു ദശാബ്ദക്കാലത്തോളം നീണ്ട സാമ്പത്തിക ക്രമക്കേടുകളാണ് ചുരുളഴിയുന്നത്. 2011ലാണ് ജബൽപൂരിലെ നാനാജി ദേശ്മുഖ് വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിക്കായി 8 കോടി രൂപയാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടതെങ്കിലും 3.5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി പശുവിന്റെ ചാണകം, ഗോമൂത്രം, പാലുൽപ്പന്നങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗവേഷണ പദ്ധതിയായിരുന്നു ഇത്. 2011നും 2018നുമിടയിൽ ചാണകം, ഗോമൂത്രം, പാത്രങ്ങൾ, യന്ത്രങ്ങൾ എന്നിവ വാങ്ങിയ ഇനത്തിൽ 1.92 കോടി രൂപ ചിലവാക്കിയതായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ വിപണി നിരക്ക് പ്രകാരം ഇവയ്ക്കന്ന് പരമാവധി 15-20 ലക്ഷം രൂപ മാത്രമേ ചിലവ് വരൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അംഗീകൃത എസ്റ്റിമേറ്റിൽ ഇല്ലാതിരുന്നിട്ടും 7.5 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം വാങ്ങിയതായും ഇതിന്റെ ഇന്ധനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി മറ്റൊരു 7.5 ലക്ഷം രൂപ കൂടി ചിലവാക്കിയതായും റിപ്പോർട്ടിലുണ്ട്. ഗവേഷണത്തിന്റെ പേരിൽ സർവകലാശാല ഉദ്യോഗസ്ഥർ 24 തവണയോളം വിമാനയാത്രകൾ നടത്തി. ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുമായി 15 ലക്ഷം രൂപയും ലേബർ പേയ്മെന്റായി 3.5 ലക്ഷം രൂപയും ചിലവാക്കിയിട്ടുണ്ട്. ഇവ ഗവേഷണവുമായി നേരിട്ട് ബന്ധമുള്ളതല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ അഡീഷണൽ കലക്ടർ രഘുവർ മറാവി റിപ്പോർട്ട് കലക്ടർക്ക് സമർപ്പിച്ചു. കർഷകർക്ക് പരിശീലനം നൽകുന്നതിലും ക്യാൻസർ ചികിത്സ സംബന്ധിച്ച ഗവേഷണത്തിൽ പുരോഗതിയുണ്ടാകുന്നതിലും പദ്ധതി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ ആരോപണങ്ങൾ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ SS ടോമർ നിഷേധിച്ചു. എല്ലാ വാങ്ങലുകളും ടെൻഡർ വഴിയാണ് നടന്നതെന്നും അന്വേഷണ സമിതിയോട് സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.